ഹലോ ഗായ്സ്, എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു കരുതുന്നു. ഇന്നത്തെ ഒരു സ്പെഷ്യൽ വീഡിയോ ആണ്. കുറേ നാളായിട്ടുള്ളൊരു ആഗ്രഹമായിരുന്നു. അടുത്താണ്, പക്ഷേ എത്തിപ്പെടാൻ കുറച്ച് നമ്മൾ ഇറങ്ങിക്കിട്ടണമല്ലോ വീട്ടിൽ നിന്ന്. അങ്ങനെ നമ്മൾ ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. ഒരു ഹിൽസിലോട്ടാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. ഹിഡൻ സ്പോട്ടാണ്. അപ്പോൾ നമ്മളൊരു 4 മണി 4:30 ആകുമ്പോഴത്തേക്ക് ഇറങ്ങണമെന്നായിരുന്നു കരുതിയിട്ടുണ്ടായിരുന്നത്. പിന്നെ മോർണിംഗ് ടൈമിൽ എണീച്ചിട്ട് വരാമെന്ന് വെച്ചാൽ കുറച്ചൊരു ടാസ്ക് ആണല്ലോ. അങ്ങനെ നമ്മൾ എണീച്ച് 4:30 എണീച്ചു. നിസ്കാരം അതൊക്കെ കഴിഞ്ഞു. ഒരു 5 മണിയാകുമ്പോഴായിരുന്നു നമ്മൾ പോയിട്ടുണ്ടായിരുന്നത്. കസിൻസിനെയൊക്കെ ഞാനാണ് വിളിച്ചിട്ട് ഉണർത്തിയിട്ടുണ്ടായിരുന്നത്. എല്ലാവരും ഫോണിലോട്ടും ആരും എടുക്കുന്നുണ്ടായിരുന്നില്ല. അങ്ങനെ നമ്മൾ ഇറങ്ങിയിട്ടുണ്ട്. 4 ബൈക്ക് എടുത്തിട്ടായിരുന്നു പോയിട്ടുണ്ടായിരുന്നത്. കാർ എടുത്തിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ത്രില്ലും കാര്യമൊക്കെ പോകും. അതുകൊണ്ടാണ് ബൈക്ക് എടുത്ത് പോയത്. പ്രത്യേകിച്ച് നവംബർ മന്താണ്, അടിപൊളി ക്ലൈമറ്റ് ആയിരിക്കുമല്ലോ. അങ്ങനെ ഞാൻ മാത്രമായിരുന്നു ഒറ്റയ്ക്ക് ഒരു ബൈക്കിൽ. ബാക്കി എല്ലാവർക്കും ആളുണ്ടായിരുന്നു ബാക്കിൽ. അങ്ങനെ നമ്മൾ സ്പോട്ടിലോട്ട് എത്തിയിട്ടുണ്ട്. സ്പോട്ട് വരുന്നത് കാലിക്കറ്റ് വെള്ളിമാടുന്ന് റോഡ് കയറിയിട്ട് ഒരിക്കൽ റോഡിന് ലെഫ്റ്റിലോട്ടുള്ള ആ റോഡിനാണ് വരേണ്ടത്. നിങ്ങൾക്ക് ലൊക്കേഷൻ അടിച്ചിട്ടുണ്ടെങ്കിൽ കാണാൻ പറ്റും. അപ്പോൾ നിങ്ങളാരെങ്കിലും പോവാണെങ്കിൽ ലൊക്കേഷൻ അടിച്ചിട്ട് പോവുക. പിന്നെ പോകുന്ന ടൈമിൽ റോഡും കാര്യമൊക്കെ കുറച്ചൊരു മോശമാണ്. അപ്പോൾ നിങ്ങൾ വണ്ടി എടുക്കുമ്പോൾ ശ്രദ്ധിച്ചിട്ട് പോവുക. വേറെ കുഴപ്പമൊന്നുമില്ല. അങ്ങനെ നമ്മൾ എത്തി നടന്നുകൊണ്ടിരിക്കുകയാണ്. നല്ല തണുപ്പുണ്ടായിരുന്നു. അവിടെ നിർത്തിയിട്ട് കുറച്ച് നടക്കാനുണ്ടായിരുന്നു. ഒരു 10 മിനിറ്റോളം നടക്കാനുണ്ടാകും. അങ്ങനെ നമ്മളെത്തി. ഞാൻ രാവിലെ ഒന്നും കുടിച്ചിട്ടില്ലായിരുന്നു. അപ്പോൾ പോകുന്ന വഴിക്ക് എനിക്ക് പണി കിട്ടിയിട്ടുണ്ടായിരുന്നു. നല്ല വയറുവേദന ആയിരുന്നു. അപ്പോൾ ഒരു ബോട്ടിൽ വെള്ളം വാങ്ങി കുടിച്ചപ്പോഴാണ് ഓക്കെ ആയിട്ടുണ്ടായിരുന്നത്. അങ്ങനെ നമ്മൾ ഏകദേശം എത്തിയിട്ടുണ്ട്. അവിടെ എത്തിയപ്പോൾ നല്ല തണുപ്പായിരുന്നു. ഫുള്ള് കോടയായിരുന്നു. അങ്ങനെ നമ്മൾ അവിടെ കുറച്ച് നേരം സംസാരിച്ച് ഇരുന്നു. പിന്നെ വീഡിയോസും കാര്യവും അതേപോലെ തന്നെ ഫോട്ടോസും കാര്യമൊക്കെ എടുത്തിരുന്നു. അങ്ങനെ കുറച്ച് നേരം അവിടെ സ്പെൻഡ് ചെയ്തു ടൈം. പോകുന്ന ടൈമിൽ കുറച്ച് പേരായിരുന്നു ഉണ്ടായിരുന്നത്. പിന്നെ നമ്മൾ ഇറങ്ങുന്നൊരു ടൈമിൽ അത്യാവശ്യം ആൾക്കാരുണ്ടായിരുന്നു. ആൾക്കാർ വന്നുകൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു അങ്ങോട്ടേക്ക്. ഫാമിലീസും അതേപോലെ തന്നെ കുട്ടികളൊക്കെ ആയിട്ട് വരുന്നുണ്ടായിരുന്നു. നമ്മൾ ഇറങ്ങി നമ്മൾ ചന്ദ്രേട്ടൻ്റെ ചായക്കടയിലോട്ടായിരുന്നു പോയിട്ടുണ്ടായിരുന്നത്. അവിടെ നമ്പർ എൻ്റെ കയ്യിലുണ്ടായിരുന്നു. സോ മിസ്സായിപ്പോയി. അതുകൊണ്ട് വിളിച്ചു നോക്കാൻ പറ്റിയിട്ടില്ലായിരുന്നു. അപ്പോൾ അവർ പറഞ്ഞു അവിടെ എത്തിയ ടൈമിൽ ബോർഡ് ഉണ്ടാവുമല്ലോ. അപ്പോൾ അവരുടെ ബോർഡിൽ നമ്പർ ഉണ്ടായിരുന്നു. അപ്പോൾ വിളിച്ചു നോക്കിയപ്പോൾ അവർ പറഞ്ഞു ഇന്ന് ഓഫാണ്, സൺഡേ ഉണ്ടാവില്ല എന്ന് പറഞ്ഞു. അങ്ങനെ നമ്മൾ റിട്ടേൺ കോവൂരിലോട്ട് വന്നു. കോവൂരിലേക്ക് വന്ന ടൈമിൽ ഒരു 3 ഷോപ്പ് തുറന്നിട്ടുണ്ടായിരുന്നു ഫുഡിൻ്റെ. അത്യാവശ്യം കുഴപ്പമില്ലാത്ത തിരക്കുള്ള ഷോപ്പ് കണ്ടു. അപ്പോൾ അവിടെ കയറാമെന്ന് കരുതി. അങ്ങനെ നമ്മൾ അവിടെ കയറി. അവിടെ കയറിയപ്പം പൂരിയും അതൊക്കെ ഉണ്ട് ലൈവായിട്ട് ചുടുന്ന നല്ല തിരക്കായിരുന്നു. പിന്നെ നമുക്ക് സീറ്റ് കിട്ടി. നമ്മളും കയറിയിരുന്നു. അപ്പോൾ എല്ലാവരും ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നത് ഗീ റോസ്റ്റ് ആയിരുന്നു. ഗീ റോസ്റ്റ് വിചാരിച്ചത്ര അടിപൊളിയല്ലായിരുന്നു. ഗീ റോസ്റ്റ് എന്ന് പറയാൻ പറ്റില്ല. നമ്മളും വീട്ടിലൊക്കെ ഉണ്ടാക്കുന്ന ദോശ വരെയാണ് എനിക്ക് തോന്നിയിട്ടുണ്ടായിരുന്നത്. ഗീ തീരെ ഇല്ലായിരുന്നു. കുഴപ്പമില്ല, ഒപ്പിക്കബിളാണ്. പിന്നെ ഞാനൊരു പ്ലേറ്റ് ചിന്നമുട്ടയും മേടിച്ചിട്ടുണ്ടായിരുന്നേ. അത് ഇതിലോട്ട് ആഡ് ചെയ്യാൻ വിട്ടുപോയി, വീഡിയോ എടുത്തിട്ടില്ലായിരുന്നു. അതും കുഴപ്പമില്ല. അങ്ങനെ നമ്മൾ കഴിച്ചു. അപ്പോൾ നമ്മൾ റിട്ടേൺ പോകാൻ നോക്കുകയാണ്. ഇനിയും ടൈം സ്പെൻഡ് ചെയ്യണമെന്നുണ്ടായിരുന്നു. ബട്ട് എല്ലാവർക്കും വർക്കിനും കാര്യത്തിനൊക്കെ പോകാനുള്ളതുകൊണ്ടും നമ്മൾക്ക് റിട്ടേൺ പോയേ പറ്റുള്ളൂ വീട്ടിലോട്ട്. അപ്പം എല്ലാം കഴിഞ്ഞ് പോകുന്ന ടൈമിൽ ഭയങ്കര ഒരു വിഷമമായിരിക്കുമല്ലോ, പ്രത്യേകിച്ചും കസിൻസിൻ്റെ ഒക്കെ കൂടെ വരുമ്പം. എനിക്ക് ഈ ട്രിപ്പ് പോകാമെന്ന് പറയുന്നത് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. കുന്നോളം ആഗ്രഹിച്ചാലേ ഉള്ളൂ നമ്മൾ എന്ത് കാര്യമാണെങ്കിലും കുന്നിക്കുരുവോളം കിട്ടുള്ളൂ. അപ്പം കുഴപ്പമില്ലാത്ത രീതിയിൽ നടന്നു പോകുന്നുണ്ട്. അപ്പോൾ വീഡിയോ ഇഷ്ടമാണ്, എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. ഇഷ്ടമാണെങ്കിൽ എന്തായാലും എല്ലാവരും കൂടെ കൂട്ടാൻ മറക്കരുത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അടുത്ത നല്ല വീഡിയോ ആയിട്ട് നമുക്ക് കാണാം. ഓക്കെ, ബൈ.